ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. കരയുമ്പോൾ പോകാനൊരിടമുണ്ട്, ഞാൻ തളരുമ്പോൾ താങ്ങാനൊരു കരമുണ്ട്. കരങ്ങളിൽ എൻ സഹനങ്ങളിൽ കരുതുന്ന സ്നേഹപിതാവാണവൻ. കരയുമ്പോൾ പോകാനൊരിടമുണ്ട്, ഞാൻ തളരുമ്പോൾ താങ്ങാനൊരു കരമുണ്ട്. കഥനങ്ങളിൽ എൻ സഹനങ്ങളിൽ കരുതുന്ന സ്നേഹപിതാവാണവൻ. അവനിൽ കോട്ടയും സങ്കേതവും, അവനിൽ ജീവന്റെ സംഗീതവും, അവനിൽ ആശയും പ്രത്യാശയും, അവനിൽ ഞാൻ ദിനം ചാരിടുന്നു. കരുതുന്ന സ്നേഹപിതാവാണവൻ. മധുരാജ്യമാകും വചനങ്ങളാലൻ കഥനങ്ങൾ മായ്ക്കുന്നവൻ. മധുരാജ്യമാകും വചനങ്ങളാലൻ കഥനങ്ങൾ മായ്ക്കുന്നവൻ. കുരിശോളമെന്നെ തൻ നെഞ്ചോട് ചേർക്കും കരുതുന്ന സ്നേഹപിതാവാണവൻ. കുരിശോളമെന്നെ തൻ നെഞ്ചോട് ചേർക്കും കരുതുന്ന സ്നേഹപിതാവാണവൻ. കരയുമ്പോൾ പോകാനൊരിടമുണ്ട്, ഞാൻ തളരുമ്പോൾ താങ്ങാനൊരു കരമുണ്ട്. കഥനങ്ങളിൽ എൻ സഹനങ്ങളിൽ കരുതുന്ന സ്നേഹപിതാവാണവൻ. കരയുമ്പോൾ പോകാനൊരിടമുണ്ട്, ഞാൻ തളരുമ്പോൾ താങ്ങാനൊരു കരമുണ്ട്. കഥനങ്ങളിൽ എൻ സഹനങ്ങളിൽ കരുതുന്ന സ്നേഹപിതാവാണവൻ. അവനിൽ കോട്ടയും സങ്കേതവും, അവനിൽ ജീവന്റെ സംഗീതവും, അവനിൽ ആശയും പ്രത്യാശയും, അവനിൽ ഞാൻ ദിനം ചാരിടുന്നു. കരുതുന്ന സ്നേഹപിതാവാണവൻ. ദൈവത്തിന് സ്തോത്രം. വീണ്ടും ദൈവത്തിൻ്റെ വചനവുമായി അല്പനേരം നമുക്ക് ചെലവഴിക്കാൻ ദൈവം തന്ന നല്ല അവസരത്തെ നന്ദിയോടെ ഓർക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ അതിൻ്റെ 26-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ആ സമയത്ത് തന്നെ യേശു പറഞ്ഞത്, പിതാവേ,
സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരശുശ്രൂഷയുടെ കാലത്ത് പല സ്ഥലങ്ങളിലും ദൈവത്തിൻ്റെ വചനം പറഞ്ഞു കൊടുത്തു. പക്ഷേ പലരും അത് സ്വീകരിക്കാതെ വന്നപ്പോൾ കർത്താവ് ആത്മഗതമെന്ന പോലെ പറഞ്ഞൊരു കാര്യമാണ്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതിനു മുമ്പ് പറഞ്ഞിരിക്കുന്നത്, പിന്നെ അവൻ തൻ്റെ വീരപ്രവൃത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങളിൽ മാനസാന്തരപ്പെടുകയാൽ അവയെ ശാസിച്ചു തുടങ്ങി. കർത്താവ് തൻ്റെ പരശുശൂഷ കാലത്ത് പല സ്ഥലങ്ങളിലും ബെത്സൈദയിൽ പോയി, കോരസീനിൽ പോയി, കഫർനഹൂമിലൊക്കെ പോയി. അവിടെയെല്ലാം ദൈവത്തിൻ്റെ വചനം ശക്തിയോടെ പറഞ്ഞുവെങ്കിലും ആ ജനങ്ങളൊന്നും മാനസാന്തരപ്പെട്ടില്ല. അത് എന്താണെന്നുള്ളത് കർത്താവ് ചിന്തിച്ചിട്ട് പറഞ്ഞൊരു കാര്യമാണ്. ഇതങ്ങനെ എളുപ്പം പിടികിട്ടുന്നൊരു കാര്യമല്ല. ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നവർക്ക് മാത്രമേ, ദൈവം കൃപ കൊടുക്കുന്നവർക്ക് മാത്രമേ ഈ വചനം കേൾക്കാനും ഗ്രഹിക്കാനും മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ. നമുക്ക് തന്നെ അറിയാം, ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ വചനത്തിന് ചെവി കൊടുക്കുന്നവർ എത്രയോ ചുരുക്കം പേരാണ്. ദൈവവചനം അധികം പേർക്കും ഒരു അനാവശ്യമായിട്ടാണ് തോന്നുന്നത്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർക്ക് ദൈവം വേണം, പ്രശ്നം പരിഹരിച്ച് കിട്ടാൻ ദൈവം വേണം. അതിൽ കവിഞ്ഞ് ദൈനംദിന ജീവിതത്തിൽ ഈ ഭൂമിയിൽ വെച്ച് നേടേണ്ട അത്യാവശ്യ കാര്യം എന്താണെന്ന് അധികം പേരും ചിന്തിക്കാറില്ല. മിക്കവാറും എല്ലായിടത്തും കാണുന്നൊരു കാര്യമാണ്, ദൈവം വചനം വാസ്തവമായി കേൾക്കുവാനോ അത് ഗ്രഹിക്കുവാനോ അതനുസരിക്കാനോ അധികം പേർക്കും തന്നെ താല്പര്യമില്ല. കർത്താവ് പോലും തൻ്റെ പരശുശൂഷ കാലത്ത് അനേക സ്ഥലങ്ങളിൽ വീരപ്രവൃത്തികൾ ചെയ്തു, വചനം കൊടുത്തു. പക്ഷെ ജനം മാനസാന്തരപ്പെടുന്നില്ല, ജനം തിരിയണില്ല. കൊടുത്ത വചനം അവർ ഗ്രഹിക്കുന്നില്ല, അവർ ദൈവത്തെങ്കിലേക്ക് നോക്കുന്നില്ല. കൊടുത്ത ന്യായപ്രമാണത്തിൻ്റെ അന്തസ്സത്തെ എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അവരുടെ ഹൃദയത്തിൽ ഒരു രീതിയിൽ പറഞ്ഞാൽ ദൈവത്തിന് പ്രവർത്തിച്ച് അവരെ ശുദ്ധീകരിച്ചെടുക്കാനുള്ള ആ വിധേയത്വം അവർ ദൈവത്തിന് കൊടുക്കുന്നില്ല. വചനം കേൾക്കുന്നുണ്ട്, ശരിയാണ്, പക്ഷേ അതും പ്രകാരം ജീവിതത്തെ തന്നെത്താൻ താഴ്ത്താൻ അവർക്ക് സാധിക്കുന്നില്ല. അവരുടെ ഉള്ളിൽ വലിയൊരു ബന്ധനമുണ്ടെന്ന് അവരറിയുന്നില്ല. അവരെ പിശാച് വരിഞ്ഞ് കെട്ടി മുറുക്കി പാപം ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് അവർക്കത് മനസ്സിലാകുന്നില്ല. ഈ ലോകത്തിലേക്കുള്ളവരുടെ സ്വാധീനം, ഞാൻ പലപ്പോഴും എൻ്റെ പ്രസംഗത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, ലോകത്തിൻ്റെ സ്വാധീനം. അത് വലിയ സ്വാധീനമാണ്. ലോകം നമുക്ക് വേണം, തീർച്ചയായിട്ടും വേണം. ആ ലോകം വേണമെന്നുള്ളതുകൊണ്ട് ലോകത്തിൻ്റെ നന്മകളിലേക്ക് നാം തിരിയുകയാണ്. അതിനൊരു വരമ്പ് ദൈവം വെച്ചിട്ടുണ്ട്, ഒരു മതിൽ കെട്ടി വെച്ചിട്ടുണ്ട്. ഈ ഹൗ ഫാർ, എത്ര മാത്രം എന്നുള്ളത്, അതിനപ്പുറം പോകാൻ പാടില്ല. നമുക്ക് ലോകത്തിലെ പല കാര്യം നമുക്ക് ദൈനംദിന ജീവിതത്തിൽ ആവശ്യമാണെങ്കിലും അതിനൊരു പരിധി ദൈവം വെച്ചിട്ടുണ്ട്. ആ പരിധി വിട്ടു പോയി കഴിഞ്ഞാൽ അത് പാപമായിട്ട് മാറും. പിശാച് അവനെ നിയന്ത്രിക്കുകയും ചെയ്യും. കാരണം സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനയിൽ കിടക്കുന്നു. അപ്പോൾ ദുഷ്ടൻ്റെ അധീനയിൽ കിടക്കുന്ന ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ അവൻ്റെ കസ്റ്റഡിയിലായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കറിയാം, ജന്മന ഏത് മനുഷ്യനും പിറന്നു വീഴുന്ന ബന്ധനത്തിലാണ്. ആദാമിക പാപം മനുഷ്യൻ്റെ ഒരു ശിശുവിൻ്റെ ജന്മത്തിങ്കൽ തന്നെ അവൻ്റെ മേൽ നിൽക്കുകയാണ്. അവൻ പ്രായമാകും തോറും അവന് പാപം ചെയ്യാനാണ് അവൻ്റെ പ്രവണത. ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകാൻ, ഈ ലോകത്തിൽ കാണുന്ന സുഖസൗകര്യങ്ങളുടെ പിന്നാലെ പോകാനാണ് അവൻ്റെ സ്വാഭാവികമായുള്ള പ്രവണത. കൊച്ചു കുട്ടികളാണെങ്കിൽ പോലും അവർ തെറ്റ് ചെയ്യാനാണ് അവർക്ക് പ്രവണത. തെറ്റിനെ വിടാൻ അവർക്ക് അല്പം പോലും താല്പര്യമില്ല. നമ്മൾ തന്നെ അത്ഭുതപ്പെടും എന്തുകൊണ്ടാണെന്ന്. നമ്മുടെ ശിശുപ്രായം നമുക്ക് വലിയ ഓർമ്മയില്ല. എന്നാൽ നമ്മളുടെ കൊച്ചു കുട്ടികൾ, മക്കളുടെ കുട്ടികൾ വളരുമ്പോൾ അവർക്കറിയാം അവർ തെറ്റിലേക്കാണ് പോകുന്നത്. അനുസരണക്കേട് അവർക്കുണ്ട്, അവർക്ക് വാശിയുണ്ട്, വൈരാഗ്യമുണ്ട്, ദേഷ്യമുണ്ട്, പിടിവാശിയുണ്ട്. ഈ ലോകം അവർക്കില്ല, കാരണം അത്രയല്ലേ പ്രായമായിട്ടുള്ളൂ. അപ്പം ആ ചെറു പ്രായത്തിൽ തന്നെ അവരുടെ മേലുള്ള ബന്ധനം നമുക്കറിയാൻ പറ്റും. പ്രായമാകും തോറും ഈ ബന്ധനം കൂടുകയുള്ളൂ. അങ്ങനെ കൂടുന്ന ഒരു മനുഷ്യന് അവന് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ പിതാവിൻ്റെ ആകർഷണം ഇല്ലാത്തവനാണെങ്കിൽ ആ വചനം സ്വീകരിക്കാൻ സാധ്യമല്ല. വേദപുസ്തകം തന്നെ 3 രീതിയിലുള്ള ആൾക്കാരെ കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്.
അത് എല്ലാവർക്കും ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കാൻ സാധിക്കുകയില്ല. കൃപയാണ്. ദൈവത്തിൻ്റെ മുൻകൂട്ടിയുള്ള വിളിയുള്ളവർക്ക് മാത്രമേ അത് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട്. ഏത്? ഈ വചനത്തിൻ്റെ മർമ്മം. ജ്ഞാനികൾ എന്ന് പറഞ്ഞാൽ സ്വയമായി അവർക്ക് കുറവൊന്നുമില്ലെന്ന് ചിന്തിക്കുന്നവർ, പരീശത്വമുള്ളവർ. അവർക്ക് ദൈവത്തിൻ്റെ ആവശ്യമില്ല. അവർ നിത്യവിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അവർക്ക് എല്ലാം കൊണ്ടും അവർ സാറ്റിസ്ഫൈഡ് ആണ്. അവരുടെ ബുദ്ധിയുണ്ട്, അവരുടെ കഴിവുണ്ട്, അവരുടെ പ്രാപ്തിയുണ്ട്, അവരുടെ സമ്പത്തുണ്ട്. എല്ലാം കൊണ്ടും അവർ വലിയ തെറ്റില്ലാത്തൊരു ജീവിതം നയിക്കുന്നു. പ്രകടമായ വലിയ പാപത്തിലേക്കൊന്നും പോകണമെന്നില്ല. പക്ഷേ അവരുടെ ജീവിതം ദൈവത്തെ കൂടാതെയാണ്. അത് അവർക്കൊട്ട് മനസ്സിലാവുന്നുമില്ല. അപ്പം നമ്മൾ വേദപുസ്തകം പഠിച്ചാൽ അറിയാം, 3 രീതിയിലുള്ള ആൾക്കാരുണ്ട്. ഒന്ന് പ്രാകൃത മനുഷ്യൻ. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം നമുക്ക് വായിച്ചാൽ അറിയാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം നമുക്ക് വായിക്കുമ്പോൾ അറിയാം, അവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. പ്രാകൃത മനുഷ്യനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ആ പ്രാകൃത മനുഷ്യൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം, അവർ ദൈവാത്മാവിൻ്റെ ഉപദേശം സ്വീകരിക്കുന്നില്ല. പ്രാകൃത മനുഷ്യൻ, അവർക്ക് ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല, ദൈവത്തോട് താല്പര്യമില്ല, ദൈവവചനം കേൾക്കാനോ ഗ്രഹിക്കാനോ അവർ വരുന്നില്ല. അവർക്ക് ദൈവത്തിന് ആവശ്യമില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ഉപദേശം, ദൈവം മനുഷ്യനെ ഉപദേശിക്കുകയാണ്. അവനവൻ്റെ ശരിയായ അവസ്ഥ എന്താണ് എന്ന് പറഞ്ഞാൽ, അവനിൽ കുടിയിരിക്കുന്ന ആ ഒരു ശക്തി ആരാണ്, അവനെ നയിക്കുന്നത് ആരാണ്. പ്രിയപ്പെട്ടവരെ, അധികം പേരും ചിന്തിക്കുന്നില്ല. അവരുടെ പുറമേയുള്ള പാപപ്രവർത്തികൾ ഇല്ല എന്നുള്ള ഒരൊറ്റ കാര്യം കൊണ്ട് അവർ നല്ലതാണെന്ന് അവർ ചിന്തിക്കുകയാണ്. ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ, അവരുടെ ഉള്ളിൽ ദൈവം ഉണ്ടെന്ന് തന്നെ അവർ ചിന്തിക്കുകയാണ്. പ്രകടമായ പാപമൊന്നുമില്ല. അല്ല, പ്രകടമായ പാപത്തിലേക്ക് പോകുന്നവരെക്കാൾ ഞാൻ കുഴപ്പമില്ലാത്തവനാണ്, സ്വയമേ ചിന്തിക്കുകയാണ്. എന്നാൽ ആന്തരികമായൊരു ശക്തി അവരുടെ ഉള്ളിലുണ്ട്. ആ ശക്തി ഏതാണെന്ന് തിരിച്ചറിയുന്നില്ല. അത് വചനം കേട്ടാലേ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ലെങ്കിൽ മനസ്സിലായിക്കോണം, അവൻ പ്രാകൃത മനുഷ്യനാണ്. അവൻ്റെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ ശബ്ദത്തിന് ചെവി കൊടുക്കുന്നില്ല. അവൻ്റെ യഥാർത്ഥമായ ആത്മാവിൻ്റെ അവസ്ഥ എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ ദൈവം തയ്യാറാകുമ്പോൾ അതിന് വിധേയപ്പെടുന്നില്ല. പ്രിയപ്പെട്ടവരെ, വിധേയപ്പെടാത്തത് തന്നെ ഒരു വലിയ കുഴപ്പം പിടിച്ച പ്രകൃതമാണ്. അതാ ഈ പ്രാകൃത മനുഷ്യൻ എന്ന് പറയുന്നത്. ഏത് കേട്ടാലും അത് സത്യമാണോ ഇല്ലയോ എന്നുള്ളത് അന്വേഷിക്കാതെ അതിനെ മുഖത്തടിച്ചതുപോലെ അങ്ങ് തട്ടിക്കളയുക. ഇതാണ് പ്രാകൃത മനുഷ്യൻ്റെ പ്രത്യേകത. അവന് ഉടനെ തന്നെ എന്നെ കിട്ടില്ല, ഈ വഴിയെ പോകാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല, ഞാൻ വചനം കേൾക്കാൻ വരികയില്ല, എനിക്കെൻ്റെ ആവശ്യമില്ല എന്ന് നേരെ തട്ടി അങ്ങ് പറഞ്ഞുകൊള്ളുക. ദൈവത്തെ ഭയമില്ല, ദൈവത്തെ അറിയാൻ പാടില്ല, ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാകുന്നില്ല. ദൈവം അവനെ സംബന്ധിച്ചൊരു കുടുക്കാണ്. അവൻ്റെ സ്വാതന്ത്ര്യവും അവൻ്റെ സുഖസൗകര്യവും നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു വ്യക്തിയായിട്ട് ദൈവത്തെ കണ്ടിട്ടുള്ളൂ. കഠിനമായ ചില കൽപ്പനകൾ തന്ന് അവന് കൂച്ചുവലം കിട്ടി ഈ ലോകത്തിൽ ലഭിക്കാവുന്ന സുഖസൗകര്യങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി കളയുന്ന ദൈവമായിട്ടാണ് ദൈവത്തെ കാണുന്നത്. അത് ഈ പ്രാകൃത മനുഷ്യൻ്റെ പ്രത്യേകത. അത് കൊരിന്ത്യർക്ക് 1-ാമത്തെ ലേഖനം 1:18 നമുക്ക് വായിച്ചാൽ അറിയാം. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്നത് നമുക്ക് ദൈവശക്തിയുമാകുന്നു. അപ്പം ക്രൂശിൻ്റെ വചനം എന്ന് പറയുന്നത് സുവിശേഷം, ദൈവവചനം. ഈ ദൈവവചനത്തിൻ്റെ ഏക ലക്ഷ്യം മനുഷ്യന് സുബോധം കൊടുത്തിട്ട് അവനെ ദൈവത്തിലേക്ക് തിരിക്കുക, രക്ഷയുടെ മാർഗത്തിൽ അവനെ കൊണ്ടുവരിക. അതവന് ആവശ്യമില്ല. അത് ഭോഷത്വമാണെന്നാണ് പറയുന്നത്. ഈ സയൻസ് ഡെവലപ്പ് ഇരിക്കുന്ന കാലഘട്ടത്തിൽ എന്തിന് ദൈവത്തെ പോലും ചോദ്യം ചെയ്യുന്നു. ദൈവം ഉണ്ടോ എന്ന് ചോദിക്കുന്നു, തെളിവ് എന്താണെന്ന് ചോദിക്കുന്നു. സയൻസാണ് അവർക്ക് വിഷയം. ഈ ആധുനിക കാലത്തെ സയൻസിൻ്റെ ഡെവലപ്മെൻ്റാണ് അവർക്ക് വിഷയം. എനിക്കറിയാം, നമ്മുടെ വളർന്നു വരുന്ന ചെറുപ്പക്കാർ ആദ്യമേ ദൈവഭയമൊക്കെ കാണുവർക്ക്, എന്നാലും അതിനൊക്കെ പഠിക്കുന്നവരാണ് വനം കേൾക്കാൻ വരുന്നത്. കുറേ കഴിയുമ്പോഴത്തേക്കവിടെ സ്വഭാവം മാറും. ഞാൻ അവരുടെ ഉള്ളിൽ കയറും, അവരുടെ ഉള്ളിൽ ചിന്താകുഴപ്പങ്ങൾ വരും, ദൈവത്തെ ചോദ്യം ചെയ്യുന്നൊരു പ്രകൃതി അവരുടെ ഉള്ളിൽ വരും. ദൈവം ഇല്ല എന്നാണ് അവർ പറയുന്നത്. അത് പറയാനുള്ള ധൈര്യമില്ലെങ്കിൽ, അവർ ശരിയായിട്ട് പറഞ്ഞ വചനത്തിലേക്ക് വരുന്നില്ലെങ്കിൽ ദൈവം അവരുടെ ശത്രുവാണെന്നാണ് പറയുന്നത്. എന്താ കാര്യം? അവരുടെ എൻജോയ്മെൻ്റ് എല്ലാം നഷ്ടമാക്കി കളയുന്ന ഒരു ദൈവം. അവിടെയാണ് പറയാം ഭോഷത്വം എന്ന് പറയുന്നത്. രണ്ടാമത് നമുക്ക് നോക്കി അറിയാം,
റോമർക്ക് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ അവിടെ വ്യക്തമായി വളരെ ഗൗരവമേറിയ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. റോമർക്ക് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിച്ചു നോക്കാം. 1:18. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ വരിക. എന്താ കാര്യം? ദൈവത്തിൻ്റെ വചനത്തെ തള്ളിക്കളയുന്നു. അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം കൊടുക്കുന്ന വചനത്തെ തള്ളിക്കളയുന്നു. അങ്ങനെയുള്ളവരുടെ മേൽ ദൈവത്തിൻ്റെ കോപം ജ്വലിച്ച് നിൽക്കുകയാണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. എത്ര പറഞ്ഞാലും പിടികിട്ടുന്നില്ല. എന്താ ഒരൊറ്റ കാര്യമാണ്, ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കുന്നില്ല. ദൈവത്തിൻ്റെ വചനത്തെ തട്ടിക്കളയുന്നു. സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും. സത്യത്തെ തിരിച്ചു കളയുന്നതുകൊണ്ട് എന്ത് പറ്റുന്നു? അഭക്തി വരുന്നു, അനീതി വരുന്നു. ഈ രണ്ട് കാര്യം. അനീതിയായിട്ടുള്ള ജീവിതം, എന്ത് തെറ്റ് ചെയ്യാൻ ഒരു മടിയില്ല. തെറ്റ് തെറ്റല്ലെന്നാണ് അവർ പറയുന്നത്. ബുദ്ധി കൊണ്ട് ചിന്തിച്ച് തെറ്റെന്നൊക്കെ പറയുന്ന ആരാണ്? ഈ വേദപുസ്തകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അത് പഴയ കാലത്തൊക്കെ എഴുതി വച്ചിരിക്കുന്നു. അത് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ എഴുതിയിരിക്കുന്നതാണെന്നൊന്നും അവർക്ക് പിടികിട്ടുന്നില്ല. അവരെ പ്രൈമ ഫേസിൽ അതങ്ങ് തള്ളിക്കളയുന്നു. അത് സത്യത്തെ തടുക്കുന്നു, അനീതി ചെയ്യുന്നു. അവർക്ക് ദൈവത്തിൻ്റെ കോപം വരുന്നു. റോമർക്ക് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു നോക്കാം. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്ന് അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇരുള് വ്യാപരിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വെളിച്ചമില്ല. പിശാച് കയറി നിയന്ത്രിക്കുന്നു, ബന്ധിക്കുന്നു. അവന് തെറ്റ് ചെയ്യാനല്ലാതെ, ദൈവത്തെ നിഷേധിക്കാനല്ലാതെ, ദൈവത്തിന് എതിർത്ത് നിൽക്കാനല്ലാതെ, പിശാചിൻ്റെ വഴിയിലേക്ക് പോകാനല്ല, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇരുണ്ടുപോയി. എന്താ കാര്യം? അതാണ് അതിനൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം. ദൈവം ഉണ്ടായിരിക്കെ ആ ദൈവത്തെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യുന്നില്ല. ദൈവം ഉണ്ടായിരിക്കെ ആ ദൈവത്തോടുള്ള നന്ദിയും കൂറും കാണിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കാതെ ആ വചനത്തെ തള്ളിക്കളയുന്നു. പ്രിയപ്പെട്ടവരെ, അധികം പേർക്കത് മനസ്സിലാകുന്നില്ല. വചനം ഈ റോമർക്ക് ലേഖനത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം, ദൈവം ഉണ്ടായിരിക്കെ ദൈവത്തെ ഓർക്കുകയോ ദൈവത്തിന് മഹത്വം കൊടുക്കുകയോ ദൈവത്തിന് നന്ദി കാണിക്കുകയോ ചെയ്യുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവം ഉണ്ടെന്ന് ആരാ ചിന്തിക്കുന്നത്? എൻ്റെ ദൈവത്തിന് സ്തോത്രം. എല്ലാവരുടെയും തലയ്ക്കകത്ത് സയൻസാണ് കയറിയിരിക്കുന്നത്. പ്രിയരെ, മനസ്സിലാക്കണം, ദൈവമുണ്ട്. പ്രകൃതിയിലേക്ക് നോക്കിയാൽ നമുക്കറിയാം, കാലാവസ്ഥയെ നോക്കിയാലേക്ക് അറിയാം, സൂര്യനെ നോക്കിയാൽ നമുക്കറിയാം. എവിടെ നോക്കിയാലും ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നാം കാണും. ഇതൊക്കെ മനുഷ്യൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന കാര്യമാണോ? കടൽക്കരയിലേക്ക് പോയിക്കേ, അവിടെ തിരമാലകൾ ഇങ്ങനെ അടിക്കുന്നു. വല്ല വിശ്രാമമുണ്ടോ? എന്തുകൊണ്ടാണ് തിരമാല വരുന്നത്? ആർക്കറിയാം? ഒരു ദൈവം ഉണ്ടെന്ന്. ദൈവമല്ലേ നിയന്ത്രിക്കുന്നത്. രാപ്പകലില്ലാതെ ഭൂമിയുടെ അവസാനം വരെയും ഇതിങ്ങനെ പോവുകയാണ്. കാറ്റടിക്കുന്നു. ഇതൊക്കെ ആരാ നിയന്ത്രിക്കുന്നത്? കാലാവസ്ഥ മാറുന്നു, തണുപ്പ് കാലം, ചൂടുകാലം, ഇതൊക്കെ ആരാ നിയന്ത്രിക്കുന്നത്? പ്രകൃതിയിലേക്ക് മാത്രം നോക്കിയാൽ അറിയാം ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ അന്വേഷിക്കുകയോ ആ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ ദൈവസേനയിലേക്ക് അടുക്കാനോ അവർക്ക് കഴിയുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അവരുടെ ഹൃദയം ഇരുണ്ടു പോവുകയാണ്. അവർ മനസ്സിലാകുന്നില്ല എന്താണ് ഇരുള്. പുറമേ വിദ്യാഭ്യാസമുണ്ട്, പുറമേ ആഠ്യത്വമുണ്ട്, പുറമേ സൗന്ദര്യമുണ്ട്, പുറമേ എല്ലാ സൗകര്യങ്ങളും എല്ലാം ഉള്ളപ്പോഴും ഹൃദയം ഇരുണ്ടു പോകുന്നു. നമുക്കറിയാം, ചില മനുഷ്യരോട് അടുക്കുമ്പോൾ നമുക്കറിയാം അവിടെ ഹൃദയത്തിനകത്ത് ഇരുളാണ്, അവിടെ ഹൃദയത്തിൽ വ്യാജമാണ്, അവിടെ ഹൃദയത്തിൽ കൗശലമാണ്, അവിടെ ഹൃദയത്തിൽ അശുദ്ധിയാണ്, അവിടെ ഹൃദയത്തിൽ ലോകം മാത്രമേ ഉള്ളൂ. ഞാൻ അനേകരെ കാണാറുണ്ട് അങ്ങനെ. ലോകം നാക്കെടുത്താൽ ലോകമേ പറയുള്ളൂ, നാക്കെടുത്താൽ വേണ്ടാതീനമേ പറയുള്ളൂ, നാക്കെടുത്താൽ ലോകത്തിൻ്റെ കാര്യങ്ങളെ പറയുള്ളൂ. അവിടെ ഹൃദയം ഇരുണ്ടുപോയെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. എന്നെ സംബന്ധിച്ച് ഇത് എങ്ങനെ എനിക്കിത് ബോധ്യം കിട്ടി, എങ്ങനെ ഇത് വിശ്വസിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു, എങ്ങനെ ദൈവം ഉണ്ടെന്ന് അംഗീകരിക്കാൻ എനിക്ക് സാധിച്ചു, എങ്ങനെ ദൈവത്തിൻ്റെ വചനത്തിൽ വിനയപ്പെടാൻ സാധിച്ചു, ദൈവവചനത്തിന് മുമ്പിൽ എനിക്കിന്ന് താഴാൻ എങ്ങനെ സാധിച്ചു, ഞാൻ ഇന്നും അത്ഭുതപ്പെടുകയാണ്. അതാണ് ദൈവത്തിൻ്റെ കൃപ. എൻ്റെ ഹൃദയം തകരുന്ന ആ ഒരൊറ്റ കാര്യത്തിനകത്താണ്. സ്തോത്രം. എന്നെ മാനിക്കാനൊരു ദൈവം, എന്നെ സ്നേഹിക്കാനൊരു ദൈവം, എൻ്റെ തകർന്നു പോയ അവസ്ഥയിൽ നിന്നെ കോരിയെടുക്കാനൊരു ദൈവം, എന്നോട് ക്ഷമിക്കാനൊരു ദൈവം, എന്നെ സ്നേഹിക്കാനൊരു ദൈവം, എൻ്റെ കഷ്ടതയിൽ ചേർന്നിരിക്കാനൊരു ദൈവം, നാളിതുവരെ ഇത്രത്തോളം വഴി നടത്തിയ ഒരു ദൈവം, എൻ്റെ കരം പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ദൈവം. എന്തെല്ലാം പ്രശ്നം ജീവിതത്തിൽ വന്നു,
സാരമില്ലെന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ നിൻ്റെ കരം പിടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വഴി നടത്തിയ ആ സ്നേഹത്തെ ഞാൻ ഓർക്കുകയാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഈ കൃപ വേറെ ആർക്കെങ്കിലുമാണ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഈ സ്ഥലത്ത് നിൽക്കുമായിരുന്നു, ഞാൻ ഈ സമാധാനം അനുഭവിക്കുമായിരുന്നു, ഞാൻ ഈ പണ്ടേ ലോകത്തിൽ നിന്ന് മാറിപ്പോവില്ലായിരുന്നു. എൻ്റെ ദൈവം എന്നെ സ്നേഹിച്ചു, എൻ്റെ ദൈവം എന്നെ കരുതി, എൻ്റെ ദൈവം എന്നെ മാനിച്ചു. എൻ്റെ ദൈവത്തിൻ്റെ സ്വരം എൻ്റെ ചെവിയിൽ വന്നു ആഞ്ഞടിച്ചു. അവൻ്റെ കരം എൻ്റെ തലമേൽ വന്നു. എന്നെ മാനിച്ചൊരു നല്ല ദൈവത്തെ ഞാനും മാനിക്കാൻ കൊതിക്കുന്നു. സ്തോത്രം. അവൻ്റെ വചനം അനുസരിക്കാനും ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ അവനെ പിൻതെറ്റുവാനും എൻ്റെ ജീവനെ ഞാൻ വേർതിരിച്ചു. ഭവിഷ്യത്തുകൾ ഞാൻ ഓർക്കുന്നില്ല. എന്ത് സംഭവിച്ചാൽ എന്തുണ്ട്? ദൈവം കൂടെയുള്ളപ്പോൾ എന്ത് പേടിക്കാനാണ്? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു നല്ല യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു. എന്നെ സ്നേഹിക്കുന്ന ഒരു നല്ല ദൈവം, എനിക്ക് ഭാവി ശോഭനമാക്കാൻ കൊതിക്കുന്നൊരു ദൈവം. അല്ല പ്രിയരെ, ഈ ഭൂമിയിലെ പ്രയാസമുള്ള ജീവിതത്തിലും ഭാരങ്ങളും ആകുലങ്ങളും കടങ്ങളും രോഗങ്ങളും തെറ്റിദ്ധാരണയുള്ള ഈ ലോക ജീവിതത്തിലും യേശുക്രിസ്തുവിനെ കണ്ടുകൊണ്ടുള്ള ജീവിതം, അവൻ്റെ കരസ്പർശനം ഏറ്റുകൊണ്ടുള്ള ജീവിതം, അവൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടുള്ള ജീവിതം, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിനേക്കാൾ വിലപ്പെട്ടത് എന്തുണ്ട്? എൻ്റെ ഹൃദയം സമാധാനം കൊണ്ട് നിറയുകയാണ്. കാര്യം വേറൊന്നും കൊണ്ടല്ല, അവനെന്നെ സ്നേഹിച്ചു പോയി. ഞാനും അവനെ സ്നേഹിക്കാൻ കൊതിക്കുന്നു. അവൻ്റെ വഴികളിൽ കൂടെ മാത്രം പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രാകൃത മനുഷ്യൻ, അവന് ദൈവത്തിൻ്റെ വചനം ഭോഷത്വമാണ്. ദൈവകോപം അവൻ്റെ മേൽ നിൽക്കുകയാണ്. അവൻ്റെ ഹൃദയം ഇരുണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ലോകത്തിലെ പലതും അവർക്ക് ദൈവമാണ്. ആരാധിക്കുക അവർ. നമ്മൾ വിഗ്രഹങ്ങളെ ആരാധിക്കണമെന്ന് പറഞ്ഞു. ഇന്ന് അനേക ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ വിഗ്രഹങ്ങളുണ്ട് പ്രിയരെ. അത് ഭാര്യയാകാം, മക്കളാകാം, സ്വത്താകാം, ഈ ലോകത്തിലെ പലതുമാണ്. ഈ ലോകത്തിലെ പലതും വിഗ്രഹവുമായിട്ട് ഹൃദയത്തിൽ കയറിയിരിക്കും. എങ്ങനെ അറിയാം? സർവ്വനേരവും ചിന്ത ഇത് മാത്രമാണ്. അത് നല്ല ചിന്ത വരും, ഭാരചിന്തയും വരും. ഈ ലോക ചിന്തകൾ കൊണ്ട് ഹൃദയം നിറഞ്ഞിരിക്കുകയാണ്. അവിടെ ക്രിസ്തുവിന് യാതൊരു സ്ഥാനവുമില്ല. അവിടെ വീണ്ടെടുപ്പുകാരന് യാതൊരു വിലയുമില്ല. അവിടെ ദൈവത്തിന് യാതൊരു കാര്യവുമില്ല. അവിടെ ദൈവത്തിന് ഹൃദയത്തിൽ അല്പം പോലും സ്പേസ് ഇല്ല. സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തമായി മുന്നോട്ട് പോകുന്ന ഒരു ജീവിതം, അതാണ് പ്രാകൃത മനുഷ്യൻ. വേറൊരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. റോമർക്ക് ലേഖനം 1:28. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിൻ്റെ തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്ത ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. ഒരു മനുഷ്യനെ ദൈവം ഏൽപ്പിക്കുക, പിശാചിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തിൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിന് ഇനി പ്രതീക്ഷയില്ല. ആളെ രക്ഷപ്പെടുത്തുവാനുള്ള യാതൊരു വഴിയും കാണാതെ ദൈവം ഇരുളിലേക്ക് വിട്ടുകൊടുക്കുന്ന മനുഷ്യൻ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഞാൻ പേടിക്കാറുണ്ട്. എൻ്റെ ദൈവമേ, ഇങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയുണ്ടോ? ഭൂമിയിൽ പുറമേ നോക്കുമ്പോൾ ഇതൊന്നും മനസ്സിലാവില്ല. പുറമേ നല്ല ലോകത്തിൻ്റെ സുഖത്തിലിരിക്കും. നമുക്കറിയാൻ പാടില്ല, ഈ ധനവനായ മനുഷ്യന് എല്ലാ സുഖ സൗകര്യങ്ങളോട് ജീവിക്കുമ്പോഴും അവൻ അടുത്ത നരകത്തിലേക്ക്, പാതാളത്തിലേക്ക് പോവുകയാണെന്ന് അവൻ അറിയാമായിരുന്നു? ഇല്ല പ്രിയർ. അതാണ് പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം. ഈ ലോകത്തിലെ സുഖങ്ങളും സൗകര്യങ്ങളും എല്ലാം കൊടുത്തിട്ട് അവൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ എന്താണെന്ന് അല്പം പോലും ബോധം കൊടുക്കാതെ വേണം അവനെ തകർത്ത് കളയുന്ന ഒരു പിശാചുണ്ട്. അതാണ് പറഞ്ഞത്, അവനെ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. അതിൻ്റെ താഴെയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിച്ചാൽ അറിയാം. സകല അശുദ്ധിയും സകല വേണ്ടാധീനം ചെയ്യാൻ ദൈവം വിട്ടുകൊടുക്കുക. മനുഷ്യൻ പാപം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിന് അവനുള്ള പ്രതീക്ഷ മാറിക്കഴിഞ്ഞു. ദൈവത്തിന് അവനെ വീണ്ടെടുക്കാനുള്ള സകല വഴി അടഞ്ഞു കഴിഞ്ഞു. ദൈവം കൈവിട്ടു. അങ്ങനെ ദൈവം കൈവിട്ടവരുണ്ട് ഭൂമിയിൽ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം, ദൈവം എന്നെ കൈവിട്ടോ? എങ്ങനെ കൈവിട്ടോ എന്ന് ചോദിക്കുന്നത്. ദൈവത്തിൻ്റെ കാവലും കരുതലും എനിക്കുണ്ടോ? ദൈവത്തിൻ്റെ വചനം അനുസരിക്കാനുള്ള കൃപ എനിക്കുണ്ടോ? ദൈവത്തെ മാനിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ദൈവസന്നിധിയിലേക്ക് ചെല്ലാൻ എനിക്കൊരു കൊതിയുണ്ടോ? അതോ ലോകത്തിലേക്ക് പോകാനാണോ? ഇരുളിലേക്ക് പോകാനാണോ? അന്ധകാരത്തിലേക്ക് പോകാനാണോ? പാപത്തിലേക്ക് പോകാനാണോ? ഇതാണ് പ്രാകൃത മനുഷ്യൻ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നമ്മൾ രണ്ടാമത് നോക്കാം. ഒരു ജഡീക മനുഷ്യനെ കുറിച്ച് ഞാൻ വേറെ ദിവസം പറയുന്നുണ്ട്. ആ ജഡീക മനുഷ്യൻ്റെ പ്രത്യേകത, അവന് ഒരിക്കലും ഒരു പ്രകാശനം കിട്ടിയിട്ടുണ്ടായിരിക്കും, ഒരിക്കൽ ദൈവവചനം കിട്ടിയിട്ടുണ്ടായിരിക്കും, ഒരിക്കലും അവന് മാനസാന്തരപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അവന് ദൈവം ഉണ്ടെന്നൊക്കെ അറിയാം, ദൈവത്തെ എൻ്റെ വചനം അനുസരിക്കണം എന്നൊക്കെ അറിയാം. മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഭക്തനായിട്ട് അവൻ ജീവിക്കുന്നു. പക്ഷേ പാപം ഉണ്ട് താനും. ഹൃദയം നിറച്ച് പാപമാണ്. ഇടയ്ക്കിടയ്ക്ക് പാപം വരികയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. അതാണ് എബ്രായ ലേഖനം 6:4 എബ്രായ ലേഖനം 10:26 പാപം ചെയ്ത് പിന്മാറിപ്പോരുടെ കാര്യത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. പ്രകാശനം ഒരിക്കൽ ലഭിച്ചു, പിന്മാറിപ്പോയി. ദൈവകൃപ ലഭിച്ചു, പിന്മാറിപ്പോയി.
ആദ്യസ്നേഹം ലഭിച്ചു, പിന്മാറിപ്പോയി. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് കണ്ണിന് മുമ്പിൽ തെളിഞ്ഞു നിന്നു, മാഞ്ഞുപോയി. രക്തം ദേഹത്ത് വീണതാണ്, അത് ഓർക്കുന്നില്ല. ആ കൃപ ഇറങ്ങി വന്നതാണ്, അത് അല്പം പോലും ചിന്തിക്കുന്നില്ല. ഒരിക്കൽ ഈ ഭൂമിയിൽ നിന്ന് പൊങ്ങിയതാണ്, ഒരിക്കൽ ആത്മാവിൻ്റെ സ്തുതി വന്നതാണ്, ഒരിക്കൽ ദൈവം നല്ലവനാണെന്ന് പറഞ്ഞതാണ്, ഒരിക്കൽ ദൈവവേല ചെയ്തവരാണ്. പക്ഷേ പിന്മാറ്റം വന്നുപോയി. ദൈവത്തിന് സ്തോത്രം. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതാണ് ഈ ജഡീക മനുഷ്യൻ എന്ന് പറയുന്നത്. അവൻ പിന്മാറും. എല്ലാ അനുഭവവും കിട്ടിയെങ്കിലും അതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ അവൻ വില കൊടുത്ത് വാങ്ങിച്ചതല്ല, എല്ലാം സൗജന്യമാണ്. സൗജന്യം കിട്ടിയതെല്ലാം ആവോളം ആസ്വദിച്ചു. അവന് വില കൊടുക്കാൻ തയ്യാറല്ല. അതാണ് ഈ ജഡീക മനുഷ്യൻ്റെ പ്രത്യേകത. 1 കൊരിന്ത്യർ 3:1 വായിച്ചു നോക്കിയാൽ അവിടെ അപ്പോസ്തലൻ വ്യക്തമായിട്ട് ജഡീക മനുഷ്യനെക്കുറിച്ച് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 3:1. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോട് എന്ന പോലെയല്ല, ജഡീകന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞു. ശിശുക്കൾ അവരെ കുറിച്ച് പറയുന്ന അവർ ജഡീകന്മാരാണ്. അതിൻ്റെ അടുത്ത സെന്റൻസ് അറിയാം. ഭക്ഷണമല്ല, പാലത്രയും ഞാൻ നിങ്ങൾക്ക് തരുന്ന ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ. ജീവിതത്തിൻ്റെ മുഴുവൻ കാലവും പാല് കുടിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ആത്മീയമായി വളർച്ചയില്ലാത്തവർ, ജനിച്ച അവസ്ഥയിൽ തന്നെ കിടക്കുന്നവർ. ഒരു കൃപയൊക്കെ ലഭിച്ചു, ശരിയാണ്. അങ്ങനെയുള്ളവർക്ക് സാക്ഷ്യം പറയുമ്പോൾ മാനസാന്തരപ്പെട്ട കാലത്തെക്കുറിച്ച് എപ്പോഴും പറയും. പിന്നത്തെ കാലത്തെക്കുറിച്ചൊന്നും മിണ്ടില്ല. മാനസാന്തരപ്പെട്ട കാര്യവും അതിൻ്റെ ചരിത്രങ്ങളൊക്കെ പറയും. ശിശു എന്നാണ് പറയുന്നത്. ശിശുവിനെ കട്ടിയുള്ള ആഹാരം കൊടുക്കാൻ പറ്റുമോ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. വളർച്ചയില്ലാത്തവർ, അതാ ജഡികൻ എന്ന് പറഞ്ഞാൽ ലോകവുമുണ്ട്, ജഡവുമുണ്ട്, ആത്മീയവുമുണ്ട്. ഇതെല്ലാം കൂടെ കോർത്തിണക്കി പോകുന്ന ഒരു ജീവിതമാണ് ഈ ജഡികന്മാരെന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ പറയുന്നുണ്ട്, നിങ്ങളിൽ നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡികന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരോ അല്ലയോ. എല്ലാ പാപമുണ്ട്, ഹൃദയ പാപങ്ങളെല്ലാം അവിടെ ഇരിപ്പുണ്ട്. ഈർഷ്യയുണ്ട്, പിണക്കമുണ്ട്, വാശിയുണ്ട്, വൈരാഗ്യമുണ്ട്. പിന്നെ പറയുന്നുണ്ട്, ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പല്ലോസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരൻ. പക്ഷം പിടിക്കുന്നു. മനസ്സിലായില്ലേ? ഈർഷ്യയുണ്ട്, പിണക്കമുണ്ട്, വാശിയുണ്ട്, ഇടയ്ക്ക് കോപം വരുന്നുണ്ട്, ഇടയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്, ഇടയ്ക്ക് നിരാശ വരുന്നുണ്ട്, ഇടയ്ക്ക് ഭാരം വരുന്നുണ്ട്, ഇടയ്ക്ക് ആകുലം വരുന്നുണ്ട്, ഇടയ്ക്ക് ടെൻഷൻ വരുന്നുണ്ട്, ഇടയ്ക്ക് തളർന്നു പോകുന്നുണ്ട്, ഇടയ്ക്ക് ചാടി എഴുന്നേക്കും, ഒരു വചനം കേൾക്കുമ്പോൾ കൈ ഉയർത്തും, തീരുമാനമൊക്കെ എടുക്കും, കുറച്ച് മുന്നോട്ട് പോകും, ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകും. എന്താ പ്രിയപ്പെട്ടവരെ, സൗജന്യമായി കിട്ടിയതെല്ലാം ആവോളം ആസ്വദിച്ചു, വീണ്ടും സൗജന്യമായി കിട്ടണമെന്ന് പറഞ്ഞ് ദാഹിച്ചിരിക്കുന്നവരാണ്. അവർ പ്രകടമായ മറ്റു പാപത്തിലേക്കൊന്നും പോകുന്നവരല്ല. പക്ഷേ അവരുടെ ജീവിതത്തിൽ പാപമുണ്ട്. ആ പാപത്തിൻ്റെ ഗൗരവം അവർ മനസ്സിലാക്കുന്നില്ല. ഈവൻ പാമ്പ് ഉറങ്ങുന്ന പാമ്പായിട്ട് ഇരിക്കുകയാണ്. അവസരം വരുമ്പോൾ ഈ പത്തി വിടർത്തി ഇത് തന്നെ കൊല്ലും എന്ന് മനസ്സിലാക്കുന്നില്ല. ഹൃദയത്തിൽ പാപമുണ്ടെങ്കിൽ ഏത് സമയത്ത് അവൻ നമ്മളെ തകർക്കും. ആ ഹൃദയത്തിൽ കിടക്കുന്ന പാപത്തെ വലിച്ചെറിയാൻ വേണ്ടിയുള്ള അധ്വാനമാണ് ഈ ജഡികന്മാർ ചെയ്യാതിരിക്കുന്നത്. നമുക്കറിയാം, ജഡത്തിൻ്റെ ചിന്ത മരണമെന്ന് റോമർക്ക് ലേഖനം 8 വ്യക്തമായിട്ടുണ്ട്. ജഡത്തിൻ്റെ ചിന്തകൾ വരും. ചിന്തകൾ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്ന് അനേകർ പറയുന്നത് അങ്ങനെയാണ്. ചിന്തകളൊക്കെ വരും. തലയിൽ കൂട് കൂട്ടരുതെന്ന് മാത്രമേ ഉള്ളൂ. ഭാര്യയൊക്കെ പറഞ്ഞൊക്കെ പോവും, തലയിൽ കൂടി വെക്കരുത്. പറ്റില്ല പ്രിയപ്പെട്ട, ഒരു ചിന്തയും വരാൻ പാടില്ല. ദൈവത്തോട് പറയണം, കർത്താവേ, ചിന്തകൾ വരാൻ പാടില്ല. പകൽ പറക്കുന്ന അസ്ത്രങ്ങളൊന്നും എന്നെ തൊടാൻ പാടില്ല. എൻ്റെ ചിന്താമണ്ഡലം നിൻ്റെ കൈകളൊക്കെ ഞാൻ തന്നിരിക്കുകയാണ്. അവിടെ വേണ്ടാദിനങ്ങൾ വരാൻ പാടില്ല. ഒരു പാളി ചിന്ത വരാൻ പാടില്ല. ഒരു അശുദ്ധ ചിന്ത വരാൻ പാടില്ല. ഒരു ഭാരം വരാൻ പാടില്ല. ഒരു ആകുലം വരാൻ പാടില്ല. ഒരു ടെൻഷൻ വരാൻ പാടില്ല. എൻ്റെ ഹൃദയം ലോക മനുഷ്യനെ പോലെ വലയാനുള്ളതല്ല. ദൈവസന്നിധിയിലേക്ക് ചെല്ലണം. അതിനുള്ള മനസ്സില്ല. അതാണ് ഈ ജഡീകന്മാരെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷേ എക്സിക്യൂട്ട് ചെയ്യാൻ അറിയാൻ പാടില്ല. കടുത്ത തീരുമാനം എടുക്കാൻ അവർക്ക് പറ്റില്ല. അവർ സ്വപ്നം കാണും, വേണ്ടാത്ത സ്വപ്നങ്ങളൊക്കെ കണ്ടെന്നിരിക്കും, സാരമില്ല. ചിലപ്പോൾ ഈർഷ്യ വരും, സാരമില്ല, ഏറ്റു പറഞ്ഞാൽ മതിയല്ലോ. വചനം പറയും, ഒരുത്തനും പാപം ചെയ്തു പോയെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു ദാവിൻ്റെ സന്നിധിയിലുണ്ട്, അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത്, അവൻ്റെ രക്തം പാപം പോക്കി നമ്മളെ ശുദ്ധീകരിക്കും. ഈ വചനങ്ങളെല്ലാം ഉണ്ട്. എൻ്റെ ദൈവമേ, എന്തായി പറയണത്? ഒരിക്കൽ പാപം വന്നു പോയെങ്കിൽ അതിന് പരിഹാരമുണ്ട്, സത്യം തന്നെ. പക്ഷെ മേലല്ല, പാപം വരാൻ പാടില്ല. അതിനുള്ള കാര്യം നീ ചെയ്തേ പറ്റുള്ളൂ. ദിവസവും പാപം ചെയ്ത് ഏറ്റു പറയുന്നവനല്ല ക്രിസ്ത്യാനി.
വിശ്വാസി അങ്ങനെയല്ല. പാപം വന്നു, ശരി, നിരാശപ്പെടാനല്ല, ഭാരപ്പെടാനല്ല. പക്ഷെ വീണ്ടും ആ പാപം വരാൻ പാടില്ല. അതിനുള്ള കാര്യം എന്താണെന്നുള്ളത് ദൈവസന്നിധി ഇരുന്നിട്ട് അതിന് മോചനം പ്രാപിച്ചേ പറ്റുള്ളൂ. ആ സ്റ്റെപ്പ് എടുക്കത്തില്ല. അതാണ് പറഞ്ഞത്, ജഡികന്മാര്, പച്ച മനുഷ്യൻ, പാപം ചെയ്യുന്ന പഴയ മനുഷ്യൻ. എപ്പോഴാണ് പാപം വരുന്നത് നമുക്കറിയാൻ പാടില്ല. എപ്പോഴാണ് ഒരു പാളി ചിന്ത വരുന്നത് അറിയാൻ പാടില്ല. മുൻകൂട്ടിയൊന്നും നമുക്കറിയത്തില്ല, നമുക്കറിയാൻ പാടില്ല. ദേഷ്യം, പെട്ടെന്ന് ദേഷ്യം വരുന്നത്, അത് നിയന്ത്രിക്കാൻ നമുക്ക് പറ്റുകയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ കാമ്പകത്ത് കിടപ്പുണ്ട്. അതിൻ്റെ ഉടമസ്ഥനായ പിശാചകത്ത് കിടക്കുന്നത് കൊണ്ടാണ് അനവസരത്തിൽ ഈ ചിന്തകൾ കയറി വരുന്നത്, കോപം കയറി വരുന്നത്. അത് ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാണ്. അത് മരണമാണ്, മരണം ഉണ്ടാക്കുന്നതാണ്, ആത്മാവ് മരിക്കുന്ന കാര്യമാണ്. ഇത് പറഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിലാവും. ഇന്ന് അനേകർ പറയുന്നത് അങ്ങനെയല്ല കേട്ടോ. ആത്മാവ് മരിക്കുകയൊന്നുമില്ല, ആത്മാവ് വേദന കൊണ്ടൊന്ന് മാറി നിൽക്കും. എന്ത് പരിപാടിയാണ്! ജഡത്തിൻ്റെ ചിന്ത മരണമാണ്. അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അത് ദൈവത്തോട് ശത്രുത്വമാണ്. അവന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തുകയാണ്. ഒരു സമയത്തിനുള്ളിൽ മാനസാന്തരപ്പെട്ട് ഒരു സമയത്തിനുള്ളിൽ നമ്മുടെ ഹൃദയത്തിൽ പാപത്തെ അടിച്ച് പുറത്താക്കുന്നില്ലെങ്കിൽ ദൈവത്തിന് ആളെക്കുറിച്ചുള്ള പ്രതീക്ഷ പോയി. ദൈവത്തിന് പിന്നെ ആളെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. ദൈവത്തിന് ആളെ വിശ്വാസമില്ലാണ്ടായിപ്പോയി. അവസരം വരുമ്പോൾ ലോകത്തിലേക്ക് പോവും, അവസരം വരുമ്പോൾ സാത്താൻ ഇടം കൊടുക്കും, അവസരം വരുമ്പോൾ ജഡത്തിൻ്റെ ചിന്തകൾ വരും. ഇങ്ങനെയുള്ളവരെ കണ്ട് ദൈവത്തിൻ്റെ വേല എങ്ങനെ ചെയ്യും? ജയത്തിൻ്റെ സാക്ഷ്യം എങ്ങനെ പറയും? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അത് രണ്ടും കൂടെ സമ്മിശ്ര ജാതി എന്ന് പറയും. ഇസ്രായേൽ ജനങ്ങൾ അവർ വന്നു കഴിഞ്ഞപ്പോൾ എന്താ പറ്റി? അവർ സമ്മിശ്ര ജാതികളായിപ്പോയി. ദൈവത്തിന് സ്തോത്രം. അവരിൽ നല്ലവരുമുണ്ട്, ചീത്തയുണ്ട്. എന്നാൽ വേറൊരു കൂട്ടമുണ്ട്, ആത്മീയ മനുഷ്യരുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവർ ആത്മാവിനുള്ളത് മാത്രം ചിന്തിക്കുന്നവരാണ്. അവർക്ക് ആത്മാവിൻ്റെ ജീവൻ ദൈവം സൗജന്യമായി കൊടുത്തവരാണ്. ആ ജീവൻ നിലനിർത്താനുള്ള പാടാണ് അവർ ചെയ്യുന്നത്. അവരുടെ ജീവിതത്തിൽ പാപം വരെ അവർ സമ്മതിക്കത്തില്ല. ജഡിക മനുഷ്യൻ മരിക്കണമെന്നവർക്ക് നിർബന്ധമാണ്. കർത്താവിൻ്റെ സന്നിധിയിരുന്നുകൊണ്ട് കണ്ണുനീരോട് പറയും, കർത്താവേ, മരണം എൻ്റെ ഹൃദയത്തിലാണ് നിൽക്കുന്നത്. ഇന്ന് ഞാൻ മരിച്ചാൽ നിത്യയാതനാ സ്ഥലത്തേക്ക് പോവുകയുള്ളൂ. ഇതെനിക്ക് മാറ്റി തന്നേ പറ്റുകയുള്ളൂ. ഇന്ന പാപം എൻ്റെ ജീവിതത്തിലുണ്ട്, പിതാക്കന്മാരായിട്ട് എനിക്ക് കിട്ടിയതാണ്. ആ ശാപം എൻ്റെ മേലുണ്ട്, ഇത് മാറിയേ പറ്റുകയുള്ളൂ. കർത്താവേ, നിൻ്റെ വേല ചെയ്യണമെങ്കിൽ എനിക്ക് സാക്ഷ്യത്തോടെ നിൽക്കണം. പാപത്തിന്മേൽ ജയമുണ്ടെന്ന് എനിക്ക് പ്രഖ്യാപിക്കണം. കർത്താവിൻ്റെ ആത്മാവ് എന്നിലുണ്ട് എന്ന് ഞാൻ അറിയുന്നത് എങ്ങനെയാണ്? ദൈവത്തിന് വിരുദ്ധമായ ഒന്നും എൻ്റെ ജീവിതത്തിൽ വരാതിരിക്കുമ്പോഴാണ്. ദൈവത്തിന് സ്തോത്രം. മകനെന്നുള്ള ഉറപ്പ്, ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ടെന്നുള്ള ഉറപ്പ്, യേശുവിൻ്റെ രക്തം എൻ്റെ ഹൃദയത്തിൽ തളിച്ചെന്നുള്ള ഉറപ്പ്, വേണ്ടാധീനങ്ങൾ ഒന്നും ഞാൻ വെറുക്കുന്ന പാപമൊന്നും എന്നെ തൊടുവില്ല എന്നുള്ള ഉറപ്പ്, ദൈവത്തിൻ്റെ തേന്മതിൽ സംരക്ഷണം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ആത്മീയൻ്റെ ചിന്ത എപ്പോഴും ഉയരത്തിലാണ്. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവേൻ. സാധിക്കുമോ പ്രിയപ്പെട്ടവരെ? ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ സാധിക്കുന്ന കാര്യമാണോ? ആത്മീയന് സാധിക്കും, വില കൊടുക്കുന്നവന് സാധിക്കും, ക്രൂശിന് ചൂട്ടിക്കിടന്ന് കരയുന്നവന് സാധിക്കും, ആത്മാവ് പ്രാപിച്ചവന് സാധിക്കും. അവൻ്റെ ജീവിതം പാപം തുടരാൻ സമ്മതിക്കത്തില്ല. അവന് ദൈവത്തോടാണ് കടപ്പാട്, ദൈവത്തോടാണ് നന്ദി. അവൻ്റെ ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കും. ആത്മാവിൽ ഈ ഭൂമിയിൽ പറക്കും, പാപം തൊടാതെ അവൻ ജീവിക്കും. ദൈവത്തിൻ്റെ കൃപ അതിന് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടാനിടയാകട്ടെ.